ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, നമ്മൾ ഒരു വാൾപേപ്പർ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വാൾപേപ്പർ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോൾ വാൾപേപ്പർ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അത് വാൾപേപ്പർ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ എടുത്താലും കാണാവുന്ന രീതിയിലുള്ളൊരു ആ വാൾപേപ്പർ സെറ്റിംഗ് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ചുമന്നാണ് കിടക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓളെന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എന്താണെന്നൊക്കെ വീഡിയോയുടെ അവസാനമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ആപ്ലിക്കേഷനിലുള്ള 3 ഓപ്ഷനുകൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എടുക്കേണ്ട ഓപ്ഷൻ ഈ നീല കളറിൽ കാണുന്ന മോക്കപ്പ് ഓവർലേ എന്നുള്ള ബട്ടൺ ഓൺ ആക്കി വെക്കുക. അതിനുശേഷം നമുക്ക് നേരെ നമ്മൾ സെറ്റിങ്സിലേക്കാണ് ഓട്ടോമാറ്റിക് പോകുന്നത്. അപ്പോൾ നമ്മൾ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. ഈ ഡിസൈനർ ടൂൾസ് എന്നുള്ള പെർമിഷൻ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അലൗഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ബാക്ക് അടിക്കണം. ബാക്ക് അടിച്ചിട്ട് നേരെ ആപ്ലിക്കേഷൻ വീണ്ടും എടുക്കുക. എന്നിട്ട് ഇവിടെ കാണുന്ന പ്ലസ് ബട്ടൺ, അത് നമ്മളുടെ ഫോണിൻ്റെ ലാൻഡ്സ്കേപ്പ് മോഡൽ, നമ്മളുടെ പോർട്രേറ്റ്സ് മോഡലൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പിക്ചർ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ഫോണിൽ നേരെ ഗാലറിയിലേക്ക് പോകും. ഗാലറി ചെന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പിക്ചർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അടിയിൽ കാണുന്ന ഈ ആരോ അങ്ങോട്ടും ഇത് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ ഹോം വാൾപേപ്പർ. അതൊക്കെ ഒപ്പാസിറ്റി കുറവായിട്ടും കൂടുതലായിട്ടും കാണാൻ പറ്റും. ഒപ്പാസിറ്റി കുറച്ചിട്ടാലും കൂടുതലിട്ടാലും നമ്മൾ ഏത് ആപ്ലിക്കേഷൻ എടുത്താലും ഇത് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകതകൾ തന്നെ. അപ്പോൾ നമുക്ക് ഇതാണ് ഇത് കാണാൻ കഴിയും. എൻ്റെ വാൾപേപ്പർ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഏത് ആപ്ലിക്കേഷൻ എടുത്താലും, ഈ ഫേസ്ബുക്ക് എടുത്താലും എല്ലാവരും എടുത്താലും ഈ ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളുടെ ആ ഫോട്ടോ തന്നെ കാണും. അപ്പോൾ ഞാനിത് കൂടുതലായിട്ട് ഒപ്പാസിറ്റി കൂട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഒപ്പാസിറ്റി ഒന്ന് കുറച്ചിടണം, എന്നാലും മാത്രം നമുക്ക് നമ്മളുടെ ആപ്ലിക്കേഷന് നമുക്കൊരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ഇത് കുറച്ചിടുകയാണ്. കുറച്ചിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ചിട്ട് കഴിയുമ്പോൾ നൈസായിട്ട്, അതായത് ചെറുതായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ഏതാണ് ഈ ആപ്ലിക്കേഷൻ എന്നും കൂടി നോക്കാം. അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ എടുത്തിട്ട് ഡിസൈനർ ടൂൾസ് സെലക്ട് ചെയ്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.